അടുത്ത് നമ്മൾ നോക്കുന്നത് ഗുപ്തന്മാരുടെ എക്കണോമിക് സിസ്റ്റം എങ്ങനെയായിരുന്നു, അതായത് അവരുടെ സാമ്പത്തിക സിസ്റ്റം, കൃഷി എന്നെല്ലാം എങ്ങനെയായിരുന്നു നോക്കാം. ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. അവരുടെ ഇടയിൽ ഭൂപ്രഭുത്വം അല്ലെങ്കിൽ ഫ്യൂഡലിസം ശക്തി പ്രാപിച്ചൊരു ടൈമാണ് ഗുപ്ത കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിന് പ്രധാന കാരണം ഭൂദാനമായിരുന്നു. ഗുപ്ത രാജാക്കന്മാർ ബുദ്ധ ജൈന വിഹാരങ്ങൾക്കും ബ്രാഹ്മണർക്കും ഭൂമി ദാനമായി നൽകിയിരുന്നു. കാർഷിക മേഖലയെ പരിപൂർണ്ണമായും ഭൂപ്രഭുക്കന്മാരുടെ കൈകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗുപ്തന്മാർ ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയിരുന്നു. കൃഷിഭൂമിക്ക് പൊതുവെ ക്ഷേത്രം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഭൂമിയെ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി, തരിശുഭൂമി, വനഭൂമി, വാസയോഗ്യമായ ഭൂമി എന്നിങ്ങനെ മേച്ചിൽപ്പുറം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ടായിരുന്നു. കൃഷി ചെയ്യാത്ത ഭൂമി ഖില, അപ്രഹത തുടങ്ങിയ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. എല്ലാ പ്രധാന വിളകളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ബാർലി, ഗോതമ്പ്, നെല്ല്, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറി, പരുത്തി, കരിമ്പ് ഇവയെല്ലാം ഇവരുടെ കൃഷി ഇനത്തിൽ പെടും. ഇനി നമ്മൾ നോക്കുന്നത് ഇവർക്ക് എങ്ങനെയാണ് വരുമാന മാർഗ്ഗങ്ങൾ എങ്ങനെയാണ് കിട്ടിയിരുന്നത് നോക്കാം. നമുക്ക് പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഭൂനികുതി തന്നെയായിരുന്നു. ഉദ്രങ്ക് അല്ലെങ്കിൽ ഭൂനികുതി ഉൽപ്പാദനത്തിന്റെ 1/6 ഭാഗമായിരുന്നു. ഇത് എല്ലാ കർഷകരും നൽകേണ്ടതാണ്. ഭൂനികുതി എന്ന് പറയുന്നത് ഉൽപ്പാദനത്തിന്റെ 1/6 ഭാഗവുമാണ്. ഇത് എല്ലാ കർഷകരും നൽകേണ്ടതാണ്. ഇതിനു പുറമെ കാലാനുഗതമായി നൽകേണ്ട നികുതിയായിരുന്നു കരം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ബലി അഥവായി നിർബന്ധമായി പിരിച്ചെടുക്കുന്ന നികുതിയാണത്. ഹവാലിക്കര അല്ലെങ്കിൽ ഉഴവ് നടത്തേണ്ടി വരുന്നതിന് കൊടുക്കേണ്ട നികുതി ഹവാലിക്കര എന്ന് പറയുന്നത്. ആ നികുതികളും ജനങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. കുറ്റവാളികളിൽ നിന്നും ഈടാക്കുന്ന പിഴ, കസ്റ്റംസ് നികുതി, നിർമ്മിത വസ്തുക്കളിന്മേൽ ചുമത്തുന്ന നികുതി എന്നിവയായിരുന്നു രാജ്യത്തിന്റെ മറ്റു വരുമാന മാർഗ്ഗങ്ങളെന്ന് പറയപ്പെടുന്നുണ്ട്. രക്ഷപടലാധികൃതനായി എന്ന് പറഞ്ഞാൽ പ്രമാണം സൂക്ഷിപ്പുകാരൻ എന്നാണ് അർത്ഥം. ഗോപാശ്രമിൻ എന്നൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അതായത് പ്രമാണം സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ ഗോപാശ്രമിൻ എന്നൊരാളുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. വരുമാനം സംബന്ധിച്ച കണക്കുകൾ സൂക്ഷിക്കുക, ഗവൺമെന്റിന് കിട്ടാനുള്ള തുകകൾ ജാമ്യക്കാരിൽ നിന്നും ഈടാക്കുക എന്നിവയായിരുന്നു. അതായത് ഇപ്പോഴത്തെ എന്താണ് കരമ്പിരിക്കലും ഇപ്പോഴും ഉണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വാടകയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, അതിന് ലീസിന് എടുത്തിട്ടുണ്ടെങ്കിൽ, അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെതിരെ തിരിഞ്ഞു പോകുന്ന ആൾക്കാരൊക്കെ ഇല്ല. ഇപ്പോൾ അതിൻ്റെ പുതിയൊരു വെർഷൻ എന്നേ ഉള്ളൂ. പണ്ട് ഇങ്ങനെയായിരുന്നു കരം കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത്. ഗവൺമെന്റിന് കിട്ടാനുള്ള തുകകൾ ജാമ്യക്കാരിൽ നിന്നും ഈടാക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജോലികൾ. തുണി, എണ്ണ തുടങ്ങിയവയ്ക്ക് ഉപരികരം എന്ന പേരിൽ ഒരു പ്രത്യേക നികുതി ഉണ്ടായിരുന്നു. വ്യാപാരികൾ നൽകേണ്ട പ്രത്യേക നികുതിയായിരുന്നു ശുൽക്കം. രാജാവിനെ ആരെക്കൊണ്ടും നിർബന്ധമായി പണിയെടുപ്പിക്കാം. ഇതിന് വിഷ്ടി എന്നും പറയുന്നു. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പരിപാലനം, സൈനിക ചെലവ്, പൊതുമരാമത്ത് ജോലി, രാജകൊട്ടാരത്തിന്റെ സൂക്ഷിപ്പ് തുടങ്ങിയവയായിരുന്നു പ്രധാന ചെലവുകളായിട്ട് വരുന്നുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഗുപ്തന്മാരുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഒരു വിവരണമാണ് നൽകുന്നത്. ഗുപ്തന്മാരുടെ ഭരണം, അതായത് കേന്ദ്രഭരണ പ്രദേശമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ മന്ത്രിസഭ എങ്ങനെയായിരുന്നു, പ്രാദേശിക ഭരണം എങ്ങനെയായിരുന്നു, അവർ നീതിന്യായങ്ങൾ നടപ്പിലാക്കിയത് എങ്ങനെയാണ്, അവരുടെ സൈനിക സംവിധാനങ്ങൾ എങ്ങനെയാണ് എന്നെല്ലാം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് കേന്ദ്രഭരണ പ്രദേശത്തെക്കുറിച്ചാണ്. ഭരണ സംവിധാനത്തിന്റെ കേന്ദ്ര ബിന്ദു രാജാവ് മാത്രമാണ്. സിവിൽ ഭരണത്തിന്റെയും സൈന്യത്തിന്റെയും നീതിന്യായ സംവിധാനത്തിന്റെയും തലവൻ അദ്ദേഹം തന്നെയാണ്. മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും സമൂഹത്തിലെ മുതിർന്നവരും അധികാരം പങ്കിട്ടിരുന്നു. പക്ഷേ ക്ഷേമം മുൻനിർത്തി ഭരിക്കുന്നവരാണ് മാതൃകാ രാജാവ്. സ്മൃതികൾ അനുശാസിക്കുന്ന നിബന്ധനകൾ രാജാവ് പാലിക്കണമായിരുന്നു. അധികാരം മാത്രമല്ല, കടമയും രാജാവിനുണ്ടായിരുന്നു. രാജ്യത്വം പാരമ്പര്യമായിരുന്നു എങ്കിലും പിന്തുടർച്ചാവകാശ നിയമം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അവരുടെ മന്ത്രിസഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാജാവിനെ സഹായിക്കുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാർ സജീവന്മാർ എന്നായിരുന്നു അറിയപ്പെടുന്നത്. സൈനിക മികവായിരുന്നു മന്ത്രിമാരുടെ അടിസ്ഥാന യോഗ്യത. കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുമേൽനോട്ടം വഹിച്ചിരുന്നത് സർവാധ്യക്ഷനായിരുന്നു. ഗുപ്തന്മാരുടെ കാലം സ്ഥിരമായി യുദ്ധം നടക്കുന്ന കാലമായിരുന്നു. അതിനാൽ യുദ്ധ ചെലവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ രാജാവ് നിയമിച്ചിരുന്നു. രണദണ്ഡ ഗാരാതി കർണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. രണദണ്ഡ ഗാരാതി കർണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. മന്ത്രിപദം പരമ്പരാഗതമായി ലഭിക്കുന്നതായിരുന്നു. അതേസമയം ഇവർ വിദഗ്ധരും കാര്യക്ഷമതയുള്ളവരുമാണെന്ന് ഒരു ഗുപ്ത രാജാക്കന്മാർ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് പ്രാദേശിക ഭരണം എങ്ങനെയായിരുന്നു നോക്കുന്നത്. ഭരണ സൗകര്യത്തിന് വേണ്ടി രാഷ്ട്രം പല പ്രവിശ്യകളായി വിഭജിച്ചു. ഇവയെ ദേശങ്ങൾ എന്നാണ് പറയുന്നത്. ദേശങ്ങളുടെ ഭരണാധികാരി ഉപാധികാരിയായിരുന്നു. ഓരോ പ്രവിശ്യയും പല വിഷയങ്ങളായി വിഭജിച്ചിരുന്നു. ഓരോ വിഷയവും ഒരു വിഷയപതിയുടെ കീഴിലായിരുന്നു. ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും താഴെയുള്ള ഘടകം ഗ്രാമമായിരുന്നു. ഗ്രാമത്തിന്റെ ചുമതല ഗ്രാമപതിക്കായിരുന്നു. ഗുപ്തന്മാരുടെ പ്രധാന വരുമാന മാർഗ്ഗം നികുതിയായിരുന്നു. ഉൽപ്പാദനത്തിന്റെ 1/6 ഭാഗമായിരുന്നു നികുതി നൽകേണ്ടിയിരുന്നത്. ഇത് എല്ലാ കർഷകരും നൽകേണ്ടത് തന്നെയായിരുന്നു. ഇതിനു പുറമെ നൽകേണ്ട മറ്റൊരു നികുതിയാണ് കരം. ഇതുകൂടാതെ ബലി എന്ന പേരിൽ നിർബന്ധമായും പിരിക്കുന്ന നികുതിയും വേറെയും ഉണ്ടായിരുന്നു. ഈ നികുതിയും ജനങ്ങൾ കൊടുക്കണമെന്നത് ഉറപ്പുള്ള കാര്യങ്ങളായിരുന്നു. കുറ്റവാളികളിൽ നിന്നും ഈടാക്കുന്ന പിഴ കസ്റ്റംസ് നികുതിയായിട്ടും നിർമ്മിത വസ്തുക്കളിൽ നിന്ന് ചുമത്തുന്ന നികുതി എന്നിവ പ്രധാന നികുതികളായിട്ടുമാണ് അറിയപ്പെടുന്നത്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകൂടി പ്രാദേശിക ഭരണം എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നത് കേട്ടോ. ഓക്കെ, വ്യാപാരികൾ നൽകേണ്ട പ്രത്യേക നികുതിയായിരുന്നു ശുൽക്കം. രാജാവിനെ ആരെ കൊണ്ടും നിർബന്ധമായി പണിയെടുപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. ഇങ്ങനെ പണിയെടുപ്പിക്കുന്നതിനാണ് പറയുന്നത് വിഷ്ടി എന്ന് പറയുന്നത്. ഇനി ഗുപ്ത രാജാക്കന്മാർ നീതിന്യായം നടപ്പിലാക്കിയിരിക്കുന്നത് ഗുപ്തന്മാരുടെ കീഴിൽ നീതിന്യായ സംവിധാനം കുറെ കൂടി പുരോഗമിച്ച ഒന്ന് തന്നെയായിരുന്നു. ഇക്കാലത്ത് പല നിയമ സംഹിതകളും നിലവിൽ വന്നു. സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും വേർതിരിച്ചിരുന്നു. ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഉയർന്ന നീതിന്യായ അധികാരി രാജാവായിരുന്നു. രാജാവിനെ സഹായിക്കാൻ മഹാദണ്ഡനായക എന്തായിരുന്നു. തലസ്ഥാന നഗരിയിലുള്ള പരമോന്നത കോടതി ധർമ്മസ്ഥാന എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഗുപ്തന്മാരുടെ കാലഘട്ടങ്ങളിലും നീതിന്യായം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സൈനിക സംവിധാനത്തെക്കുറിച്ചാണ്. ഗുപ്ത സാമ്രാജ്യത്തിൽ സൈനികന്റെ നായകൻ മഹാസേനാപതി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഭടന്മാർ വടിയും ഉരുക്കുതൊപ്പിയും ധരിച്ചിരുന്നു. വാൾ, കുന്തം, മഴു, അമ്പ്, വില്ല് തുടങ്ങിയവയാണ് യുദ്ധത്തിന് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് ഗുപ്ത രാജാക്കന്മാരുടെ പതനങ്ങൾ, കാരണം അവരും ഇല്ലാതായത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം, ഒരു 6 കാര്യങ്ങളാണ് പറയാനുള്ള. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര അധികാര സ്ഥാനത്തിന്റെ അഭാവം. ഒരു കേന്ദ്ര അധികാര
സ്ഥാനത്തിൻ്റെ അഭാവം, രണ്ടാമത് പറയുന്നത് പിൽക്കാല ഗുപ്ത രാജാക്കന്മാരുടെ പ്രാപ്തിയില്ലായ്മ, മൂന്നാമത് പറയുന്നത് അതിർത്തി സംരക്ഷണത്തിൽ കാണിച്ച അലംഭാവം, നാലാമത്തത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു, 5 വിദേശ ആക്രമണങ്ങൾ, ആറാമത്തതാണ് ആഭ്യന്തര കലഹങ്ങൾ. ഇത്രയുമാണ് ഗുപ്ത രാജാക്കന്മാരുടെ പതനത്തിനുള്ള കാരണങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട ഗുപ്ത രാജാക്കന്മാർ. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, അതൊന്നുകൂടി നോക്കണം നമുക്ക്. ഓക്കെ, പറഞ്ഞു കുശാന്മാരുടെ പതനത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു ശിഥിലീകരണമായിരുന്നു നടന്നത്. പിന്നെ ചെറു രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധങ്ങളൊക്കെ നീണ്ടു നിന്നിരുന്നു. അത് ഏകദേശം ഒരു നൂറ്റാണ്ടോളം നീണ്ടു നിന്നതായിരുന്നു. ഒടുവിലാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനം വന്നത്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് ആരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, ശ്രീഗുപ്തനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ്റെയായിരുന്നു. ഗുപ്തവംശത്തിലെ ആദ്യത്തെ ശ്രദ്ധേയനായ രാജാവാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. അദ്ദേഹത്തിൻ്റെ അധികാരത്തെക്കുറിച്ചിട്ടും അദ്ദേഹത്തിന് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ പറ്റിയ രീതിയും അദ്ദേഹം കല്യാണം കഴിച്ചതിനെക്കുറിച്ചിട്ടും എല്ലാം നമ്മൾ പറഞ്ഞു. ആണെങ്കിൽ ഒന്ന് ചെറിയൊരു ഷോർട്ടായിട്ടൊന്ന് പറയാം. AD 320 അധികാരത്തിൽ അദ്ദേഹം തൻ്റെ ഓർമ്മയ്ക്കായി ഗുപ്തവർഷം എന്ന പുതിയൊരു സംവത്സരം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 600 കൊല്ലം ഗുപ്തവർഷം പ്രചാരത്തിലുണ്ടായിരുന്നു. ചന്ദ്രഗുപ്തൻ മഹാരാജാതിരാജ എന്ന പദവി സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ്. ശക്തമായ ലിച്ചാവി കുടുംബത്തിലെ കുമാരദേവിയുമായുള്ള വിവാഹം അദ്ദേഹത്തിൻ്റെ ശക്തിയും പ്രസിദ്ധിയും വർദ്ധിച്ചു. ഇത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഗംഗാതീരത്ത് പ്രയാഗ് വരെയുള്ള പ്രദേശങ്ങളും മഗധയും ചന്ദ്രഗുപ്തൻ തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ബീഹാർ, ഔദ്, അലഹബാദ്, മഗധ തുടങ്ങിയവയായിരുന്നു ഉൾപ്പെടുന്നവയായിരുന്നു. AD 335 അദ്ദേഹം നിര്യാതനായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സമുദ്രഗുപ്തനാണ് പിന്നീട് അധികാരത്തിൽ വന്നത്. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയാണല്ലോ. സമുദ്രഗുപ്തൻ എങ്ങനെയുള്ള ആളായിരുന്നു? ഒരു ആക്രമണ പരമ്പര തന്നെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം ധാരാളം ആക്രമണങ്ങളാണ്. ആക്രമണത്തിലൂടെ ഓരോ രാജ്യങ്ങളും പിടിച്ചെടുക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. പിന്നീട് വരുന്ന ആളാണ് രാമഗുപ്തൻ. AD 375 മുതൽ 380 വരെ അദ്ദേഹമായിരുന്നു. അദ്ദേഹം കുറച്ചു കാലം മാത്രമേ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 5 വർഷക്കാലം മാത്രമാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് വന്ന വ്യക്തിയാണ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. AD 380 മുതൽ 413 വരെ ഉണ്ടായിരുന്നു അദ്ദേഹം. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ രണ്ടാമൻ AD 380 അധികാരത്തിൽ വരുന്നത്. തൻ്റെ സഹോദരൻ്റെ കാലത്ത് താറുമാറായ ഭരണ സംവിധാനത്തെ അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു നിർത്തി. സാമ്രാജ്യത്വ വികസന നയം പിന്തുടർന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ആക്രമണങ്ങളിലൂടെയും വിവാഹബന്ധങ്ങളിലൂടെയും തൻ്റെ സാമ്രാജ്യത്തെ പരമാവധി വികസിപ്പിക്കാൻ ശ്രമിച്ചു. ബംഗാളും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ചെറിയ റിപ്പബ്ലിക്കുകളും കീഴടക്കിയതിനു ശേഷം ചന്ദ്രഗുപ്തൻ ശാകന്മാർക്കെതിരെ തിരിഞ്ഞു. ശാകന്മാരുമായിട്ടുള്ള യുദ്ധത്തിന് മുൻ യന്ത്രങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതായിരുന്നു. മാൾവയായിരുന്നു സൈനിക നടപടികളുടെ കേന്ദ്രം. ശാകരാജാവായ രുദ്രസിംഹൻ മൂന്നാമനായ ചന്ദ്രഗുപ്തനെ തോൽപ്പിക്കുകയും വധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടെ പശ്ചിമ ഇന്ത്യയിലെ ശാകഭരണത്തിന് അന്ത്യമായി. ശാകന്മാരുടെ പ്രദേശങ്ങൾ ഗുപ്ത സാമ്രാജ്യത്തോട് കൂടി ചേർന്ന് നിൽക്കുന്നതായിരുന്നു. ഈ വിജയത്തിന് ശേഷമാണ് ചന്ദ്രഗുപ്തൻ വിക്രമാദിത്യൻ എന്ന ബഹുമതി സ്വീകരിക്കുകയും തൻ്റെ തലസ്ഥാനം പാടലീപുത്രത്തിൽ നിന്ന് ഉജ്ജയിനിയിലേക്ക് മാറ്റുന്നതും ചെയ്തത്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ശാകാരി എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രഗുപ്തൻ വിക്രമാദിത്യൻ തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കുക മാത്രമല്ല ഏകീകരിക്കുകയും ചെയ്തു. കലകളെയും സാഹിത്യങ്ങളെയും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച ഒരു ഭരണാധികാരി കൂടിയാണ് ചന്ദ്രഗുപ്തൻ. കാളിദാസൻ ഉൾപ്പെടെയുള്ള നവരത്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ അലങ്കരിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പ്രസിദ്ധനായ ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യയിൽ സന്ദർശിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ വകയായിട്ടുള്ള ധാരാളം ഫാഹിയാൻ്റെ സംഭാവനകളെല്ലാം നമുക്ക് ധാരാളം ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് കുമാരഗുപ്തനെ കുറിച്ചിട്ടാണ്. AD 413 മുതൽ 455 വരെ, അതായത് ചന്ദ്രഗുപ്തൻ രണ്ടാമന് ശേഷം അധികാരത്തിൽ വന്നതാണ് കുമാരഗുപ്തൻ. ഏതാണ്ട് 40 വർഷത്തിലധികം അധികാരത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കാലത്ത് വലിയ ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഒരു സഹിഷ്ണുതയുള്ള ആളായിരുന്നു. ഏകദേശം 40 വർഷത്തിലധികം അധികാരത്തിലിടുന്ന അദ്ദേഹത്തിൻ്റെ കാലത്തെ ലിഖിതങ്ങളും നാണയങ്ങളും അന്ന് വ്യാപാരവും വാണിജ്യവും അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു എന്നും അധികാര വികേന്ദ്രീകരണം നടന്നിരുന്നു എന്നതിൻ്റെ സൂചന കാണിക്കുന്നുണ്ട്. പിന്നീട് വന്ന വ്യക്തിയാണ് സ്കന്ദഗുപ്തൻ. അതായത് AD 455 മുതൽ 464 വരെ. പുഷ്യമിത്രന്മാരുടെയും ഹൂണന്മാരുടെയും ആക്രമണത്തെ കുമാരഗുപ്തന്റെ മകനും പിൻഗാമിയുമായ സ്കന്ദഗുപ്തൻ ചെറുത്തു. ശക്തനായ ഒടുവിലത്തെ ഗുപ്തരാജാവായിരുന്നു സ്കന്ദഗുപ്തൻ. സ്കന്ദഗുപ്തന് ശേഷം ഗുപ്ത സാമ്രാജ്യം ക്ഷയിച്ചു തുടങ്ങി. ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങളായിരുന്ന പ്രവിശ്യകൾ ഓരോന്നോരോന്നായി നശിക്കാനും തുടങ്ങി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ.